ക്രെഡിറ്റ്സ് ഞാൻ ഒരു ഹോളിഡേ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് പോവുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7-8 മണി അങ്ങനെ ആയി കാണും. ഓക്കെ, നമ്മൾ ഹോട്ടലിൻ്റെ അകത്ത് കയറി. ഓക്കെ, ഇതാണ് നമ്മുടെ ഫുഡ്, ഗീ റോസ്റ്റ് ആണ്. അപ്പോൾ ഓക്കെ, നമുക്ക് കഴിച്ചിട്ട് കാണാം. ഓക്കെ, നേരെ നമ്മൾ നമ്മുടെ കാറിലോട്ട് കയറി. നമ്മൾ ഇനിയും പോകാനുണ്ട് തമിഴ്നാട്ടിലോട്ട്. ഇനിയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ നമ്മുടെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് റബ്ബറിൻ്റെ മരങ്ങളുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ റബ്ബറൊക്കെ എടുക്കുന്നത്. ഇവിടെ ഒരുപാട് റബ്ബർ മരങ്ങളുണ്ട് ഒരുപാട് സ്ഥലത്തായിട്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ നമ്മൾ ഇറങ്ങിയായിരുന്നു. അതൊന്നും ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ വെള്ളച്ചാട്ടം അല്ലാതെ അടുത്തൊരു പൂളും ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട്. ഇതൊരു വാട്ടർ ഫൗണ്ടെയിൻ ആണെന്ന് തോന്നുന്നു. വർക്ക് ചെയ്യാതെ കിടക്കുന്നതായിരിക്കും. ഇവിടെ തന്നെ ഒരു വരയമ്പുലിയൊക്കെ കിടപ്പുണ്ട്. ഒരുപാട് പഴയതാണെന്ന് തോന്നുന്നു. ഒരു കണ്ണില്ല, പെയിൻ്റൊക്കെ പോയിരിക്കുന്നു. ഓക്കെ, നമ്മൾ നേരെ ഇനി നമ്മുടെ നാഗർകോവിലേക്ക് പോയി കേട്ടോ. അവിടെ നിന്ന് നമ്മളിനി കന്യാകുമാരിയിലോട്ട് പോകും. നാഗർകോവിൽ അടിപൊളി സീനൊക്കെയാണ്. ഒരുപാട് മലകളുണ്ട്. അവിടെ കണ്ടോ നിറച്ച് തെങ്ങുകൾ നിൽക്കുന്നത്. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോട്ടലിലോട്ട് വന്നിരിക്കുകയാണ്. ഇത് കന്യാകുമാരിയുടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലാണ്. നമ്മൾ അകത്തോട്ട് കയറി ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ കന്യാകുമാരിയിലോട്ട് പോവുകയാണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വിവേകാനന്ദ പാറയിലാണ്. ഇവിടെ നമ്മുടെ വിവേകാനന്ദ സ്വാമി ധ്യാനിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ തന്നെ വിവേകാനന്ദ സ്വാമി ഇരുന്ന് ധ്യാനിച്ച സ്ഥലമുണ്ട്. ഈ ഒരു പാറ 3 കടലുകൾ ഒന്നിച്ചു ചേരുന്നതാണ്. ഇന്ത്യൻ ഓഷൻ, അറബിക് ഓഷൻ, ബേ ഓഫ് ബംഗാൾ. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വിവേകാനന്ദ സ്വാമി ഇരുന്ന സ്ഥലത്തിൻ്റെ വാതിലാണത്. കുറേ സ്ഥലത്തൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. അതിൻ്റെ നടുക്കാണ് ഗ്ലാസ്. അപ്പുറത്തൂടെയും നടക്കാം, ഗ്ലാസ്സിലൂടെയും നടക്കാം. അതിൻ്റെ ഗ്ലാസിൻ്റെ താഴെ കടലാണ്. ഈ ഗ്ലാസ്സിൽ നിന്ന് നേരെ പോകുന്നത് ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്താണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്താണ്. ഈ സ്റ്റാച്ചു ഭയങ്കര ഒരു കല്ല് വെച്ചുണ്ടാക്കിയ ഒരു സ്റ്റാച്ചു ആണ്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറാം. സ്റ്റാച്ചുവിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കാം. ഇതൊന്ന് അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. സോ ഗൈസ്, നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. താങ്ക്സ് ഫോർ വാച്ചിങ്.